എന്തിനായിരിക്കണം വിദ്യാഭ്യാസം? വിദ്യാഭ്യാസം എന്നാൽ വിദ്യ അഭ്യസിക്കുക എന്നാണ് അർത്ഥം. പഠിച്ച കാര്യങ്ങൾ ആവർത്തിച്ച് അഭ്യസിച്ചുറപ്പിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതാണ് വിദ്യാഭ്യാസം കൊണ്ടുള്ള പ്രയോജനം. ഉദാഹരണത്തിന്, ആരോടും ദേഷ്യപ്പെടാതെ സൗമ്യനായിരിക്കണം എന്ന് പഠിച്ചാലും അത് നിരന്തരമായ അഭ്യാസത്തിലൂടെ മാത്രമേ നമ്മുടെ സ്വഭാവമായി തീരുകയുള്ളൂ. അതുപോലെ എപ്പോഴും അനുസരണയുള്ളവനായിരിക്കണം എന്ന് പഠിച്ചാലും അത് ജീവിച്ച് കാണിക്കണമെങ്കിൽ അഭ്യാസം കൂടിയേ തീരൂ. സത്യമേ പറയാവൂ എന്ന് പഠിച്ചാലും അത് പ്രവൃത്തിയിൽ കൊണ്ടുവരേണ്ടി വരുമ്പോൾ നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വരും. അവിടെ തളരാതെ പോകണമെങ്കിൽ കരുത്തുറ്റ മനസ്സുണ്ടായിരിക്കണം. ഇങ്ങനെ ഓരോ കാര്യവും അഭ്യസിച്ചുറപ്പിച്ചാലേ അത് ജീവിതത്തിൽ പ്രവർത്തികമായി എന്ന് പറയുവാൻ കഴിയുള്ളൂ. ധാർമ്മിക ബോധമുള്ള ജനതയാണ് രാജ്യത്തിൻ്റെ സമ്പത്ത്. വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ ഒരുവൻ നേടുന്ന മൂല്യങ്ങളാണ് അവൻ്റെ ജീവിതത്തെ സമ്പന്നമാക്കുന്നത്. അതില്ലെങ്കിൽ മറ്റെന്തെല്ലാം കഴിവുകൾ ഉണ്ടായാലും പ്രതികൂല സാഹചര്യം വരുമ്പോൾ നമ്മൾ തളർന്നു പോകും. ഇന്ന് ഉന്നത വിദ്യാഭ്യാസം നേടിയവർ പോലും നിസാര കാര്യങ്ങൾ ക്ഷമിക്കാനും കഴിയാതെ ആത്മഹത്യ ചെയ്യുന്നത് കാണാം. അതിന് കാരണം കുട്ടിക്കാലത്ത് തന്നെ ക്ഷമിക്കുവാനും സഹിക്കുവാനുമുള്ള കരുത്ത് വേണ്ടത്ര നേടിയില്ല എന്നതാണ്. ജീവിതത്തിലെ ഏതൊരു വെല്ലുവിളിയെയും ധീരമായി നേരിടാനുള്ള ഒരു കരുത്താണ് വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ ആർജിക്കേണ്ടത്. കയ്പും മധുരവും നിറഞ്ഞ നിരവധി അനുഭവങ്ങളുണ്ടാകാം. അതിനെ തുറന്ന മനസ്സോടെ സ്വീകരിക്കാൻ കഴിയണം. ഒരു പുസ്തകപ്പുഴു ആയതുകൊണ്ട് മാത്രം ആ വിദ്യ തനിക്കോ സമൂഹത്തിനോ വേണ്ടത്ര പ്രയോജനപ്പെട്ടുകൊള്ളണമെന്നില്ല. അറിവിനനുസരിച്ച് അനുഭവ സമ്പത്ത് കൂടി നേടിയെടുക്കണം. ഉപജീവനത്തിനുള്ള ഒരു മാർഗം മാത്രമല്ല വിദ്യാഭ്യാസം. അവൻ ജീവിക്കുന്ന സമൂഹത്തിന് ഗുണകരമാകുന്ന രീതിയിൽ അവനെ വളർത്തിക്കൊണ്ടുവരുവാൻ സഹായിക്കുന്നതായിരിക്കണം വിദ്യാഭ്യാസം. ആശയപരമായും ആദർശപരമായും നല്ല ഉൾക്കാഴ്ചയുണ്ടായിരിക്കണം. പഠനം കഴിഞ്ഞ് വല്ല സ്ഥാപനത്തിലും ജോലി കിട്ടിയാൽ തൻ്റെ കർത്തവ്യങ്ങൾ കൃത്യമായി നിർവഹിക്കുവാൻ കഴിവുള്ളവനായിരിക്കണം. അത് വിദ്യാഭ്യാസത്തിലൂടെ നേടേണ്ട ഗുണമാണ്. പല ആവശ്യങ്ങളുമായി തന്നെ സമീപിക്കുന്ന ഓരോരുത്തരോടും സൗമ്യമായും ശാന്തമായും പെരുമാറണം. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നതിൽ ആത്മാർത്ഥമായ പരിശ്രമമുണ്ടായിരിക്കണം. സ്വാർത്ഥപരമായ യാതൊരു ഇടപെടലും നടത്തരുത്. തൻ്റെ സേവനം സമൂഹത്തിന് ഉപകാരപ്രദമായി തീരണം. വിവാഹം ചെയ്ത് കുടുംബജീവിതത്തിലേക്ക് കടക്കുമ്പോൾ അവിടെയും തൻ്റെ അറിവ് പ്രകാശിക്കണം. കുടുംബജീവിതത്തിൽ പരസ്പരം പല വിട്ടുവീഴ്ചകളും ചെയ്യേണ്ടി വരും. അതിനുള്ള ക്ഷമയും സഹനവും ഉണ്ടെങ്കിലേ കുടുംബജീവിതം സന്തോഷപ്രദമായി തീരുകയുള്ളൂ. ഇന്ന് ഓരോ ദിവസവും കുടുംബ ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതിന് കാരണം ക്ഷമിക്കാനും സഹിക്കാനും കഴിയാത്തതാണ്. ക്ഷമിക്കുവാനും സഹിക്കുവാനും തയ്യാറാകുമ്പോഴാണ് പരസ്പരം അംഗീകരിക്കുവാനും കഴിയുന്നത്. സ്നേഹബന്ധങ്ങൾ വെറും തൊലിപ്പുറത്തുള്ളത് മാത്രമാവരുത്. അതിൻ്റെ അർത്ഥവും വ്യാപ്തിയും മനസ്സിലാക്കി ജീവിക്കണം. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് വെറുതെ പറഞ്ഞതുകൊണ്ടായില്ല, അത് പ്രവൃത്തിയിൽ കൊണ്ടുവരണം. ഭാര്യാഭർത്താക്കന്മാർ സ്നേഹശീലരാകുമ്പോൾ അത് കുട്ടികളും അനുകരിക്കും. മാതാപിതാക്കൾ തമ്മിൽ വീട്ടിൽ പരസ്പരം കലഹിച്ചുകൊണ്ടിരുന്നാൽ അത് കുട്ടികളുടെ ഭാവിയെ സാരമായി ബാധിക്കും. അച്ഛനും അമ്മയും മൂല്യബോധമുള്ളവരാകുമ്പോഴാണ് കുട്ടികളും മൂല്യബോധമുള്ളവരായി വളരുന്നത്. ഇന്നത്തെ യുവാക്കൾക്ക് ഭൗതികമായി നല്ല വിദ്യാഭ്യാസമുണ്ട്, പക്ഷേ വിവേകം കുറവാണ്. അതുകൊണ്ടവർ എന്തെല്ലാം അപകടത്തിലാണ് ഓരോ ദിവസവും ചെന്ന് ചാടുന്നത്.
നമ്മുടെ യുവാക്കൾ വഴിതെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി നമ്മുടെ വിദ്യാഭ്യാസം തന്നെയാണ്. വിദ്യാഭ്യാസം തുടങ്ങേണ്ടത് കുടുംബത്തിൽ നിന്നാണ്. കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിന് അടിത്തറ പാകേണ്ടത് മാതാപിതാക്കളാണ്. മൂല്യം പകർന്നു നൽകേണ്ടവർ മൂല്യബോധമുള്ളവരായിരിക്കണം. മൂല്യങ്ങൾ സമൂഹത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മൂല്യബോധമുള്ള ഒരു ജനത ഒരിക്കലും തന്നെ വഴിതെറ്റിപ്പോവുകയില്ല. അതുകൊണ്ട് സ്കൂളിലും കോളേജിലും കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തോടൊപ്പം മൂല്യബോധം കൂടി പകർന്നു നൽകണം. യുവാക്കളാണ് നമ്മുടെ നാടിൻ്റെ സമ്പത്ത്. അവർ കരുത്തരും മൂല്യബോധമുള്ളവരുമായി വളരുമ്പോഴാണ് സംഘർഷങ്ങളും സംഘട്ടനങ്ങളുമില്ലാതെ ഒരു സമൂഹം നമുക്ക് കെട്ടിപ്പടുക്കാൻ കഴിയുന്നത്. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ മാറ്റത്തിനനുസരിച്ച് ഉയരാൻ കഴിയാതെ വരുമ്പോൾ പലരും നിരാശയിലായിത്തീരുന്നു. എല്ലാ മേഖലകളിലും ഇന്ന് മത്സരമാണ്. ആ മത്സരത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോൾ പലരും വിഷാദ രോഗങ്ങൾക്ക് അടിമപ്പെടുന്നു. അങ്ങനെയുള്ളവർക്ക് കൗൺസിലിംഗ് കൊടുക്കുവാനും അവരുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കുവാനും കഴിയത്തക്ക സംവിധാനമുണ്ടായിരിക്കണം. കുട്ടികൾ തളരുമ്പോൾ അവരുടെ മാതാപിതാക്കളും തകർന്നു പോകുന്നു. അങ്ങനെ ആ കുടുംബം തന്നെ തകർച്ചയിലേക്ക് നീങ്ങുന്നു. വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് കൂട്ടായ പ്രവർത്തനം ആവശ്യമായി വരും. ഓരോ വ്യക്തിയും സമൂഹത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന ദുഃഖവും വേദനയും മൊത്തം സമൂഹത്തെയും ബാധിക്കും. നമ്മുടെ ശരീരത്തിൽ ഒരു സൂചി കൊണ്ട് കുത്തിയാൽ ഉണ്ടാകുന്ന വേദന ശരീരം മൊത്തം അനുഭവിക്കുന്നത് പോലെയാണ് ഒരു വ്യക്തിയുടെ വേദന അവൻ ജീവിക്കുന്ന സമൂഹത്തെയും ബാധിക്കുന്നത്. ശരിയായ വിദ്യാഭ്യാസത്തിലൂടെയും ആന്തരിക വികാസത്തിലൂടെയുമാണ് സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് സമൂഹത്തിലെ എല്ലാ വ്യക്തികളെയും തുല്യമായി പരിഗണിക്കണം. പൂർണ്ണ വികാസം എല്ലാ മനുഷ്യരിലേക്കും എത്തുമ്പോഴാണ് ശാന്തിയും സമാധാനവും നിറഞ്ഞ ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ കഴിയുന്നത്. പ്രകൃതി സ്നേഹം വിദ്യാഭ്യാസത്തിൻ്റെ ജീവനാഡിയായിരിക്കണം. പ്രകൃതി സംരക്ഷണം മനുഷ്യൻ്റെ പ്രഥമ കർത്തവ്യമാണ്. പ്രകൃതി നശിച്ചാൽ എല്ലാം നശിക്കും. അതുകൊണ്ട് ഓരോ വിദ്യാർത്ഥിയും പ്രകൃതി സംരക്ഷണത്തിൻ്റെ ആവശ്യകത മനസ്സിലാക്കിയിരിക്കണം. അതിനുതകുന്നത് കൂടിയായിരിക്കണം വിദ്യാഭ്യാസം.